ഗലാത്യലേഖനം 3:1-5 വരെയുള്ള വചനങ്ങളിലെ ആദ്യത്തെ ചിന്ത ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന സംബോധനയാണ്. വിശുദ്ധ മത്തായി 5:22 മൂഢ എന്ന പ്രയോഗം പോലും അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ സംബോധന ആശയക്കുഴപ്പത്തിൽ ആക്കുന്നതാണ്. അപ്പോസ്തലൻ ഇത്തരമൊരു വാക്കുപയോഗിക്കുന്നത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, മറിച്ച് ഗലാത്യ സഭയിലെ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ്. ലൂക്കോസ് 12:20 കർത്താവ് മൂഢനായ ധനവാനെയും ഇപ്രകാരം വിളിക്കുന്നുണ്ട്. ഗലാത്യരെ ബുദ്ധിയില്ലാത്തവർ എന്ന് വിളിക്കുവാൻ 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഗലാത്യ സഭ അതുപേക്ഷിച്ച് ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടവരെ പോലെ യഹൂദപക്ഷവാദികളുടെ വിപരീത ഉപദേശത്തിൽ കലങ്ങിപ്പോകുന്നത് ബുദ്ധിയില്ലാത്ത അധപതനമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണിവിടെ. മോശയുടെ കാലത്ത് അന്യദൈവ ആരാധന ചെയ്തവർ യഹോവ കൽപ്പിച്ച് സ്ഥാപിച്ച പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പുതിയ നിയമകാലത്ത് രക്ഷയ്ക്കായി ക്രൂശിതനായ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവാനാണ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിച്ചത്. അങ്ങനെ ക്രൂശിൽ നോക്കി രക്ഷപ്പെട്ടവർ വിശ്വാസമാർഗം ഉപേക്ഷിച്ച് പരിച്ഛേദന എന്ന കർമ്മമാർഗത്തിലേക്ക് തിരിഞ്ഞത് ബുദ്ധിയില്ലാത്ത അധപതനമാണ്. ക്രൂശിൻ്റെ ശത്രുക്കൾക്ക് അവരുടെ വയറാണ് അവരുടെ ദൈവം എന്ന് ഫിലിപ്പിയർ 3:19 കൂടിയും അപ്പോസ്തലൻ ശക്തമായി വിളിച്ചു പറയുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരായ നാം അവങ്കിലേക്കുള്ള നോട്ടം മാറ്റി സാത്താൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിലേക്കുള്ള ലക്ഷ്യത്തിൽ പിന്തുടരുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെയാണ് എന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വചനം നമ്മിൽ ജഡം ധരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.